Let's discuss SF 505 external confirmation. External confirmation is just an audit evidence which is obtained as a written direct response to the auditor from a third party, that is the confirming party, in a paper form or by electronic or any other medium. Okay, it's a written direct response from the confirming party to the auditor in the paper form or electronic or any other medium. Okay. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ റെസ്പോൺസ് ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻഫർമേഷൻ റിക്വസ്റ്റഡ് ടു ബി കൺഫേംഡ് ഓർ കണ്ടെയ്ൻഡ് ഇൻ ദ എൻറ്റിറ്റീസ് റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ബൈ ദ കൺഫേമിംഗ് പാർട്ടി. നമ്മൾ ചോദിച്ചതല്ല അവർ തന്നത്. ഈ ഒരു ഡിഫറൻസിനാണ് എക്സെപ്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ ഇങ്ങനെ എക്സെപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ വി ഷുഡ് ആക്ച്വലി ഇൻവെസ്റ്റിഗേറ്റ് ഇഫ് ദർ ഇസ് എ മിസ്റ്റേക്മെൻറ്റ് ഓർ നോട്ട്. Okay, let's see the external confirmation procedures. Actually, 4 procedures are ulladu. First one, you should determine the information to be confirmed or requested. Second, we should identify or select the appropriate confirming party. ആരാണ് ഇതിൻ്റെ കറക്റ്റ് ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുക, സെലക്ട് ചെയ്യുക അവരെ. തേർഡ്, കൺഫർമേഷൻ റിക്വസ്റ്റ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ആൻഡ് വി ഷുഡ് ഓൾസോ കണ്ടെയ്ൻ ദ റിട്ടേൺ ഇൻഫർമേഷൻ. നമുക്കിത് ഡയറക്റ്റ്ലി ഓൾട്ടറിനാണ് അയക്കേണ്ടത് എന്നുള്ള ഇൻഫർമേഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവണം. ഫോർത്ത് വൺ ഇസ് സെൻഡിങ് ദ റിക്വസ്റ്റ് ആൻഡ് ഫോളോ അപ്പ്. ഓക്കെ, so first is determining the information to be confirmed, selecting the appropriate party, designing the confirmation request and return information that it should be sent directly to the auditor, and fourth one is sending the request and follow up. Fine, yes. ഇനി കൺഫർമേഷൻ റിക്വസ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ, അതായത് തേർഡ് സ്റ്റെപ്പ്, ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ, ലേ ഔട്ട്, പ്രസൻറ്റേഷൻ, ഇതെങ്ങനെയാണ് എന്നുള്ള സാധനം, എന്തൊക്കെ അസേഷൻസ് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും പ്രീവിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ, ഈ ഇതേ കൈൻഡ് ഓഫ് ഓഡിറ്റിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്, ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, ഫ്രോഡ് റിസ്ക് എന്തെങ്കിലും ഉണ്ടോ അത് കൺസിഡർ ചെയ്യണം. പിന്നെ ചിലപ്പോൾ ചില കേസിൽ മാനേജ്മെൻറ്റ് ഓതറൈസേഷൻ വേണം. ബിക്കോസ് കൺഫേമിംഗ് പാർട്ടീസ് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അവർക്ക് മാനേജ്മെൻറ്റ് ഇത് ഓതറൈസ് ചെയ്താൽ മാത്രമേ ചിലർ റെസ്പോണ്ട് ചെയ്യുള്ളൂ എന്ന് പറയും. So the management authorization or encouragement to confirming parties to respond to the auditor, that is also something that has to be looked into. Okay, and then method of communication, paper form or electronic form or any other medium, we should see that. And ability of the intended party to confirm the provide the requested information. Okay, അവർക്ക് അത് കൺഫേം ചെയ്യാനുള്ള എബിലിറ്റി കൺഫേമിംഗ് പാർട്ടിക്ക് ഉണ്ടായിരിക്കണം. യെസ്. ഇനി ചില കേസിൽ മാനേജ്മെൻറ്റ് പറയും പറ്റില്ല, എക്സ്റ്റേണൽ കൺഫർമേഷൻ എന്നുള്ള റിക്വസ്റ്റ് റേസ് ചെയ്യാൻ പറ്റില്ല. So if that is the case, we should actually inquire the reasons to which why managing is opposing this, and we should also seek audit evidence of their validity and reasonableness. മാനേജ്മെൻറ്റ് അങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഡിറ്റ് എവിഡൻസ് വേണ്ടേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, റീസണബിൾ കാരണമാണോ എന്നുള്ളത് നമ്മൾ അതിന് വാലിഡ് ആയിട്ടുള്ളത് നോക്കണം. നോർമലി ഇങ്ങനത്തെ കേസ് വരിക ഇഫ് ദ മാനേജ്മെൻറ്റ് ആൻഡ് ദാറ്റ് തേർഡ് പാർട്ടി ഈസ് ഇൻ എ ഡിസ്പ്യൂട്ട്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ ടൈംലി ആയിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. സോ അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് പൊതുവെ ഇങ്ങനത്തെ ഒരു കൺസേൺ റേസ് ചെയ്യുക. ബട്ട് വി ഷുഡ് ആക്ച്വലി സീ വെദർ ദാറ്റ് ഇസ് റീസണബിൾ ഓർ നോട്ട്. ഓക്കെ, ആൻഡ് അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് അത് റെഫ്യൂസ് ചെയ്തുകൊണ്ട് അത് കാരണം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഉണ്ടാകാൻ പോകുന്ന അല്ലെങ്കിൽ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അസസിങ്ങിൽ ഉണ്ടാകാൻ പോകുന്ന ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഫ്രോഡ് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ, നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ഓൾ പ്രൊസീജിയേഴ്സിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം. ആൻഡ് ദെൻ വിൽ ഗോ ഫോർ പെർഫോമിംഗ് ദി ഓൾട്ടർനേറ്റ് പ്രൊസീജിയേഴ്സ് for getting what? For obtaining relevant and reliable audit evidence. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടേം സഫിഷ്യൻ്റ് ഓഡിറ്റ് അപ്രോപ്രിയേറ്റ് അല്ല, റെലവൻറ്റ് ആൻഡ് റിലയബിൾ ഓഡിറ്റ് എവിഡൻസ് എന്നുള്ള ടേമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഓഡിറ്റർ കൺക്ലൂഡ് ചെയ്യാണ് മാനേജ്മെൻറ്റ് പറഞ്ഞ റീസൺ അൺറീസണബിൾ ആണ്, ഇത് കറക്റ്റ് അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ആണല്ലോ നമ്മൾ ചെയ്യുന്നത്, അതും കിട്ടുന്നില്ല. അതായത് മാനേജ്മെൻറ്റ് റെഫ്യൂസലും പ്രോപ്പറല്ല, നമുക്ക് ഓൾട്ടർനേറ്റ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് വഴി നമുക്ക് റിലവൻറ്റ് ആൻഡ് റിലയബിൾ ഓഡിറ്റ് എവിഡൻസ് കിട്ടുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ വി ഷുഡ് ഇൻഫോം TCWG ആസ് പെർ SA 260. ആൻഡ് ഓൾസോ നമ്മളതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, റിപ്പോർട്ട് മോഡിഫൈ ചെയ്യേണ്ട അവസ്ഥയാണോ SA 505 പ്രകാരം എന്നുള്ളത് കൂടെ നോക്കണം. ഫൈൻ, നമുക്ക് 2 ടൈപ്പ് ഓഫ് കൺഫർമേഷൻ റിക്വസ്റ്റ് ഉണ്ട്. ഓക്കെ, പോസിറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ്, നെഗറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ്. പോസിറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു നമ്മൾ ആ പാർട്ടി എങ്ങനെ പോലും റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, സോ ഐ ആം സെൻഡിങ് എൻ ഇൻഫർമേഷൻ, ഏതർ ദ പാർട്ടി ക്യാൻ അഗ്രി വിത്ത് ദാറ്റ് ഓർ ദേ ക്യാൻ പ്രൊവൈഡ് അഡീഷണൽ ഇൻഫർമേഷൻ ഓൾസോ. ഇത് രണ്ടും നടക്കാം. അവർ എഗ്രി ചെയ്യുന്നുണ്ടോ എഗ്രി ചെയ്യുന്നില്ലോ എന്നുള്ളത് പറയും, അഡീഷണൽ ഇൻഫർമേഷൻ അവർ ചോദിച്ചാൽ അവർ പറയുകയും ചെയ്യും. വേറെ നെഗറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന സാധനം അവർ എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ റെസ്പോണ്ട് ചെയ്യുള്ളൂ. ഓക്കെ, ഫൈൻ. സോ പോസിറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റ് ആണ് കുറച്ചുകൂടി ഒരു പെർസ്വേസീവ് ഓഡിറ്റ് എവിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് നെഗറ്റീവിനേക്കാളും. ഓക്കെ, നമുക്ക് പോസിറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റിലാണെങ്കിലും ദർ ഇസ് എ റിസ്ക് ദാറ്റ് the confirming party may not verify this and
റെസ്പോണ്ട്. അവരിത് വെരിഫൈ ചെയ്യണമെങ്കിൽ യാതൊരു നിർബന്ധമില്ല. ബിക്കോസ് അവർക്ക് ചിലപ്പോൾ ഇതിൻ്റെ ടൈമും കാര്യങ്ങളൊന്നും അത്ര ഓക്കെ ആയിരിക്കില്ല. ഇതിൻ്റെ റീസൺ അവർക്ക് ഇതിനകത്തേക്ക് എഫേർട്ട് ഇടാനൊന്നും വയ്യ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വെരിഫൈ ചെയ്യാണ്ട് ഇൻഫർമേഷൻ തരാനുള്ളൊരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ we will send the request by not stating the amount. ഓക്കെ, അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻ നമ്മൾ സ്റ്റേറ്റ് ചെയ്യാണ്ട് കൊടുക്കും. എന്നിട്ട് അവരുടെ അടുത്ത് അത് ഫില്ല് ചെയ്യാൻ പറയും. ഇതിനാണ് ബ്ലാങ്ക് കൺഫർമേഷൻ റിക്വസ്റ്റ് എന്നറിയാം. ആൻഡ് ഓൺ ദി അതർ ഹാൻഡ് ബ്ലാങ്ക് കൺഫർമേഷൻ റിക്വസ്റ്റ് ലോവർ റെസ്പോൺസിലേക്കും ചിലപ്പോൾ കാരണമാകും. കാരണം അഡീഷണൽ എഫോർട്ട് ഇട്ടിട്ട് വേണമല്ലോ ഇത് ഫില്ല് ചെയ്യാൻ. അപ്പോൾ ജസ്റ്റ് അവർക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല, അവരത് അതിനെപ്പറ്റി ഒന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് വേണമല്ലോ. സോ അതുകൊണ്ട് ചിലപ്പോൾ ലോ റെസ്പോൺസ് വരാൻ പോസിബിലിറ്റി ഉണ്ട്. Okay, so that is all about positive confirmation request. Now coming to negative confirmation request, as I already said, it is responding directly to auditor only if that confirming party is disagreeing with the information provided in the request. Okay, and it is less persuasive. നമ്മൾ ഈ ഓഡിറ്ററിന് ഒരിക്കലും he cannot use the negative confirmation request as a substantive audit procedure, sole substantive audit procedures to address the risk of material misstatements at the assertion level unless all these 4 conditions are present. ഞാനൊരു 4 കണ്ടീഷൻസ് പറയും. ഇഫ് ഓൾ ദീസ് 4 ആർ അക്സെപ്റ്റഡ് ദെൻ ഓഫ് കോഴ്സ് ദ ഓഡിറ്റർ ക്യാൻ കൺസിഡർ ദാറ്റ് ആസ് എ സോൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, എന്തൊക്കെയാണ് 4 കണ്ടീഷൻസ്? ഫസ്റ്റ്, ഓഡിറ്റർ ഈ റിസ്ക് ഓഫ് മെറ്റീരിയൽ അസസ്മെൻറ്റ് അസസ് ചെയ്തപ്പോൾ പറഞ്ഞത് ഭയങ്കര ലോ ആണ്, റിസ്ക് ഭയങ്കര ലോ ആണ് ഈ കേസിൽ. ആൻഡ് ഓൾസോ വി ഹാവ് ഒബ്റ്റൈൻഡ് സഫിഷ്യൻറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് റിഗാർഡിംഗ് ദി എഫക്റ്റീവ്നെസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. ലോ ആണ്, ഇൻറ്റേർണൽ കൺട്രോൾസിൻ്റെ എഫക്റ്റീവ്നെസ്സിൽ നമ്മൾ ഓക്കെയാണ്. സെക്കൻഡ്, ആ നമ്മൾ ചോദിക്കുന്ന ഇൻഫർമേഷൻ്റെ പോപ്പുലേഷൻ ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് ലാർജ് നമ്പർ ഓഫ് വെരി സ്മോൾ ഹോമോജീനിയസ് അക്കൗണ്ടിങ് ബാലൻസസ് എന്നാണ്. ഓക്കെ, അത്. തേർഡ് വൺ, ഭയങ്കര ലോ എക്സെപ്ഷൻ റേറ്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് നമ്മൾ അയക്കുന്ന റിക്വസ്റ്റും അവർ തരുന്നത് മാറിപ്പോയിരിക്കാൻ ലോ എക്സെപ്ഷൻ റേറ്റ് ആണ്. ഫോർത്ത് വൺ, ഓഡിറ്റർ ഈസ് നോട്ട് അവെയർ ഓഫ് എനി സർക്കംസ്റ്റൻസസ് ദാറ്റ് വുഡ് കോസ് ദ റെസിപ്പിയൻസ് ടു ഡിസ്റിഗാർഡ് ദിസ് റിക്വസ്റ്റ്. അവർ നമ്മളെ അങ്ങനെ വെറുതെ തള്ളിക്കളയില്ല, ആ പാർട്ടീനെ പറ്റി ഒരു ധാരണ വേണം. ഓക്കെ, അപ്പോൾ ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു സോൾ സബ്സ്റ്റാൻറ്റീവ് ഔട്ട് പ്രൊസീജിയേഴ്സ് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇത് 4 ഏതെങ്കിലും ഒന്ന് വയലേറ്റ് ചെയ്താൽ പോലും അങ്ങനെ കംപ്ലീറ്റ്ലി റിലേ ചെയ്തുകൊണ്ട് നമുക്ക് റിസ്ക് ഓഫ് മെറ്റീരിയൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അസസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, യെസ്. ആൻഡ് ഇൻ കേസ് നെഗറ്റീവ് കൺഫർമേഷൻ റിക്വസ്റ്റിൽ റെസ്പോൺസ് വന്നില്ല, അങ്ങനെ റെസ്പോൺസ് വന്നില്ലെങ്കിൽ ഒരിക്കലും ഓക്കെ അത് ഇൻറ്റൻഡഡ് പാർട്ടി കൺഫേം ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഓക്കെ എന്ന് നമുക്ക് അവരത് വെരിഫൈ ചെയ്യുകയാണ്, എൻ്റെ അക്യുറസി അത് കറക്റ്റ് ആണെന്നതുകൊണ്ടാണ് അവർ ഡിസഗ്രി ചെയ്യാത്തതുകൊണ്ടാണ് അവർ നമുക്ക് റിപ്ലൈ അയക്കാത്തത് എന്ന രീതിയിൽ കൺക്ലൂഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ആൻഡ് കാരണം ചില സമയത്ത് അവർ നമുക്ക് റിപ്ലൈ ചെയ്യാത്തത് ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് അവർ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് ഫേവറബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കും. ഓക്കെ, സോ ദേ വിൽ ബി മോർ ലൈക്ലി ടു റെസ്പോണ്ട് ഇൻഡിക്കേറ്റിംഗ് ദെയർ ഡിസഗ്രിമെൻറ്റ്. അവർക്ക് അതിനകത്ത് ഇപ്പം നമ്മൾ കൊടുത്തൊരു ഇൻഫർമേഷനിൽ സേ ഫോർ എക്സാമ്പിൾ ട്രേഡ് പേയബിൾസ് ഞാൻ അക്കൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു 100 ലക്ഷം ഉണ്ട്, ശരിക്കും അവർക്ക് 80 ലക്ഷം കിട്ടാനുള്ളൂ. ബട്ട് ഐ ഹാവ് സെൻഡ് ആൻ ഇൻഫർമേഷൻ വെദർ യു ആർ ഹാവിങ് 100 lakhs ഓഫ് ബാലൻസ് ഹിയർ. അപ്പോൾ അവരെ സംബന്ധിച്ചത് പോസിറ്റീവ് ആയിട്ടുള്ളൊരു സാധനം, അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യത്തില്ല. അതേസമയം നെഗറ്റീവ് ആണെങ്കിലോ ഇൻ കേസ് ഓഫ് ദാറ്റ് 80 lakhs ഐ എം കോട്ടിങ് ഓൺലി 50 lakh, 30 lakh അവർക്ക് എക്സ്ട്രാ വേണം. സോ ദേ വിൽ ബി മോർ ലൈക്ലി ടു റെസ്പോണ്ട് അവരുടെ ഡിസഗ്രിമെൻറ്റ് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നോൺ റെസ്പോൺസ്, ഒരു റെസ്പോൺസും കിട്ടുന്നില്ല ഇതിനകത്തുണ്ട്, നമുക്ക് ഓൾട്ടർനേറ്റ് അഡോട്ട് പ്രൊസീജിയേഴ്സ് ഓഫ് കോഴ്സ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ഫുൾ എക്സാമിൻ ചെയ്യാം, ക്യാഷ് ഡിസ്ബേഴ്സ്മെൻറ്റും വന്നതും പോയതും അവർ അക്കൗണ്ട് ബാലൻസും സാധനങ്ങളൊക്കെ അങ്ങനെ നോക്കി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ തോന്നുകയാണ് ഈ കിട്ടിയ റെസ്പോൺസ് നമുക്ക് റിലയബിൾ അല്ല, ദാറ്റ് ഈസ് വി ഹാവ് റിസീവ്ഡ് ദ റെസ്പോൺസ് ബട്ട് ദാറ്റ് ഈസ് നോട്ട് reliable. അങ്ങനെയാണെങ്കിൽ ഓഫ് കോഴ്സ് വി ഷുഡ് ഇവാലുവേറ്റ് ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ദാറ്റ് ഇൻ ദ റിസ്ക് ഇംപ്ലിക്കേഷൻസ് ഓൺ ദി റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡിംഗ് ദ റിസ്ക് ഓഫ് ഫ്രോഡ്, നേച്ചർ, ടൈമിംഗ് ആൻഡ് എക്സ്റ്റെൻഡ്. മാനേജ്മെൻറ്റ് റിഫ്യൂസൽ ചെയ്തപ്പോഴും ഇതേ കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്തായിരുന്നു. ഇവിടെ റിലയബിലിറ്റി ഓഫ് ദ റെസ്പോൺസ് ഓഫ് ഇഫ് ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻ ദെൻ വി ഹാവ് ടു കൺസിഡർ ദ സെയിം തിങ്സ് അഗൈൻ. ഓക്കെ, ബിക്കോസ് ഈവൻ ദോ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്നാണെങ്കിലും അതിലൊരു ഫ്രോഡ് റിസ്ക് ഉണ്ട് എപ്പോഴും. എവറി റെസ്പോൺസസ് ക്യാരി എ റിസ്ക് ഓഫ് ഇൻ്റർസെപ്ഷൻ, അൾട്രേഷൻ ഓർ ഫ്രോഡ്. ഓക്കെ, so there is a possibility like that, and അത് പേപ്പർ ഫോമിലോ ഇലക്ട്രോണിക് ഫോമിലോ ഏത് ഫോമിലും കിട്ടിയാലും there is a risk. ഓക്കെ, ഇനി വേറെ ഒരു കാര്യം, അതായത് ഇങ്ങനെ ഒരു റിലയബിലിറ്റിയിലൊരു ഡൗട്ട് ഉണ്ട് എന്ന് തോന്നിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിറ്ററിന് ഇത് ഡയറക്റ്റ്ലി കിട്ടിയിട്ടില്ല, ഇൻഡയറക്റ്റ്ലി ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് അപ്പിയറിംഗ് നോട്ട് ടു കം ഫ്രം ഒറിജിനലി ഇൻറ്റൻഡഡ് കൺഫേമിംഗ് പാർട്ടി. അതിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഓഡിറ്റർ കൺഫർമേഷൻ റിക്വസ്റ്റ് ചോദിച്ചു, വിത്തിൻ 1 വീക്കിന് റിക്വസ്റ്റ് എല്ലാം വന്നു. ബട്ട് ലേറ്റർ ഓൺ കെയിം ടു നോ ദാറ്റ് ആ കൊടുത്ത പാർട്ടിയിൽ മെജോറിറ്റി ആൾക്കാരുടെ GST രജിസ്ട്രേഷൻ ലാസ്റ്റ് ഇയർ ക്യാൻസൽ ചെയ്തു, അവർ പുതിയ പാൻ അപ്ലൈ ചെയ്തിട്ടില്ല. സോ അതൊരു ക്വസ്റ്റ്യൻ അല്ലേ, നമുക്ക് ഇൻഫർമേഷൻ വന്നു പക്ഷേ ഇത് എവിടെ നിന്ന് വന്നു, ആരയച്ചു, അങ്ങനെ ആൾക്കാർ ഇപ്പോൾ ഇല്ല എന്നാണല്ലോ പറയുന്നത്. സോ ദാറ്റ് വിൽ കാസ്റ്റ് എ ഡൗട്ട് ഓൺ വെദർ ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ഇൻറ്റൻഡഡ് കൺഫേമിംഗ് പാർട്ടി ഓർ നോട്ട്.
ഓക്കെ, യെസ്. ആൻഡ് കൺഫർമേഷൻ നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യാൻ പറ്റുക? ബേസിക് ആയിട്ട് ഈ സാധനം എപ്പോഴും കോമൺലി കാണുന്നത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, ബാങ്കിൽ നിന്ന് കൺഫേമിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അക്കൗണ്ട്സ് റിസീവബിളിൽ കിട്ടാം, അക്കൗണ്ട്സ് പേയബിളിൽ കിട്ടാം, മേ ബി ഇൻവെൻട്രി ഹെൽഡ് വിത്ത് തേർഡ് പാർട്ടി, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇസ് ഹെൽഡ് ബൈ തേർഡ് പാർട്ടി ഓർ പർച്ചേസ് ഫ്രം സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. പിന്നെ പ്രോപ്പർട്ടി ടൈറ്റിൽ ഡീഡ്സ് നമ്മൾ സെക്യൂരിറ്റീൻ്റെയും സേഫ്റ്റി പർപ്പസിന് വേണ്ടി നമ്മൾ ലോയേഴ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ടാകും, അപ്പോൾ അവരുടെ അടുത്ത് എടുക്കേണ്ടി വരും. അങ്ങനത്തെ ഓരോ ഇൻസ്റ്റൻസസിൽ എക്സ്റ്റേണൽ കൺഫർമേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് എപ്പോഴാണ് എക്സ്റ്റേണൽ കൺഫർമേഷൻ ഒരു ഓൾഡ് പ്രൊസീജിയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നറിയാം. അതിന് 3 ഫാക്ടേഴ്സ് നമ്മൾ നോക്കണം. ഫസ്റ്റ് തിങ്, കൺഫേമിംഗ് പാർട്ടിൻ്റെ നോളജ് അബൌട്ട് ദിസ് മാറ്റർ. ദേ ഷുഡ് ബി ഹാവിങ് സഫിഷ്യൻറ്റ് നോളജ് നോട്ട് ടു റെസ്പോണ്ട്, എന്നാൽ മാത്രമല്ല ഇത് റിലൈ ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് തിങ്, എബിലിറ്റി ഓർ ദ വില്ലിങ്നെസ് ഓഫ് ദി ഇൻറ്റൻഡഡ് കൺഫേമിംഗ് പാർട്ടി. ഓക്കെ, അവർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവണം. അവർ ചില സമയത്ത് അവർ ആക്സെപ്റ്റ് ചെയ്യില്ല ഈ ഒരു സാധനം. കാരണം അവർക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര റെസ്പോണ്ട് ചെയ്ത് ഭയങ്കര ടു കോസ്റ്റ്ലി ആയിട്ടോ ടു ടൈം കൺസ്യൂമിങ് ആയിട്ട് ചിന്തിക്കാം. അവർ ചിലപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ലീഗൽ ലയബിലിറ്റി ചിന്തിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കും. ചിലപ്പോൾ അവരുടെ നമുക്ക് തരുന്ന റെസ്പോൺസ് ഡിഫറെൻറ്റ് കറൻസിയിലായിരിക്കും. ദാറ്റ് മേ ഓൾസോ കോസ് സം ഡിഫറൻസസ്. ചിലപ്പോൾ അവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻറ്റിൽ ഇതൊരു അത്ര ഒരു സിഗ്നിഫിക്കൻ്റ് ആസ്പെക്റ്റ് അല്ല എന്നൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അവർ റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. സോ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു കൺഫേം by the internal party is one of the factor to understand whether we can use external confirmation. And last one, objectivity of the confirming party. Say for example, my relative is my confirming party. അപ്പോൾ ആള് എനിക്ക് തരുന്ന ഇൻഫർമേഷൻ ലെസ് റിലയബിൾ ആയിരിക്കുമല്ലോ എന്നൊരു സാധനം. ദർ ക്യാൻ ബി സം സോർട്ട് ഓഫ് എറേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്യൂസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ട് എന്നൊരു പോസിബിലിറ്റി എപ്പോഴും റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനിൽ വരാറുണ്ട്. So objectivity of the internal party is also one another factor. 3 factors ആണ് confirming party knowledge, ability and willingness to respond, and the objectivity of the internal party. Yes, that's it.